നമുക്ക് ഈ ഡയലോഗ് കുറച്ച് കൂടുതലാണ് മൊത്തത്തിൽ. ചെറിയ പിള്ളേർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിള്ളേർക്കൊരു അസ്വസ്ഥ ഉണ്ടാവും. ചില ആൾക്കാർ പറയും നമ്മളെല്ലാം ചെറുപ്പത്തിൽ ചെമ്മണി വിളക്ക് കത്തിച്ചിട്ടാണ് പഠിച്ചത്. അന്ന് ചെമ്മണി വിളക്കേ ഇല്ലൂ. CFL ഉണ്ടെങ്കിൽ CFL കത്തിക്കൂലേ? നിങ്ങൾ അന്ന് ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോൺ ഉപയോഗിക്കൂലേ? ഇല്ലേ? ഈ പിള്ളേരെ കുറ്റപ്പെടുത്തിയാൽ നന്നാവും എന്ന് വിചാരിക്കണ്ട. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. പിള്ളേരെ കുറ്റപ്പെടുത്തിയാലാണോ നന്നാവുക, ചേർത്ത് പിടിച്ചാലോ എന്നുള്ളത് ശരിക്കും മനസ്സിലാണെങ്കിൽ, പിള്ളേരെ നന്നായി സ്നേഹിക്കുന്ന ഒരു ഹാജിയാർ മരിച്ചാൽ കിട്ടുന്ന ഖബറിലെ ദുആവും മറ്റേ ആൾ മരിച്ചു കുറ്റം എന്ന് പറഞ്ഞാൽ കുറ്റം. പിള്ളേർ പറയും അല്ലാ വേറെ വരുന്നുണ്ട് ഒരു കമൻ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവും. വഴിയെ നമുക്കതിലേക്ക് പോകാം. പറഞ്ഞു വരുന്നത്, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എനിക്ക് തെറ്റെന്ന് മാറിയിക്കാൻ പറ്റണില്ല, എന്താ ഇപ്പോൾ വഴി? അതിന് മഹാൻ പറഞ്ഞു, തെറ്റ് ചെയ്തോളി, അതിനിപ്പോൾ എന്താ പ്രശ്നം? ചെയ്തോട്ടെ. ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഷർത്തുണ്ട്. എന്താണെന്ന് വെച്ചു, അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതിപ്പോ അള്ളാഹ് കാണുകയും ചെയ്യും എന്നിട്ട് തെറ്റ് ചെയ്യും, അത് പറ്റില്ല എന്ന്. എന്നാൽ വേറൊരു ഓപ്ഷൻ തരാം, അള്ളാഹുവിൻ്റെ ഫുഡ് അല്ലാത്ത വേറെ ആരെങ്കിലും തരുന്ന ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യാം? തെറ്റ് ചെയ്തോളി. അതിപ്പോൾ അയാളെങ്ങനെയാണ് തെറ്റ് നിർത്തുന്നത്? ഈ ഉപദേശം കേട്ടിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളും ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഒന്നാമത്തെ ഓപ്ഷൻ, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ട് അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. എന്നിട്ടും അയാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ധിക്കാരല്ലേ? അള്ളാഹ് കണ്ടാലെന്നാ, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം ഞാനല്ലേ സെലക്ട് ചെയ്യണത്. ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളല്ലേ? ഡിഗ്രി അല്ലേ കാലം, അടിച്ചു പൊളിക്കൽ തന്നെ. ഒരു ധിക്കാരല്ലേ? അള്ളാഹ് കണ്ടാലെന്താന്നുള്ള മെൻ്റൽ ആറ്റിറ്റ്യൂഡ് വരിക. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്, അത് ആ ഓപ്ഷനും കൂടിയേ ഉള്ളൂ. അതെന്താ ഓപ്ഷൻ? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അടുത്ത ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ അള്ളാഹ് കാണുന്നില്ല. ഒന്നാമത്തത് അള്ളാഹ് കാണുന്നുണ്ട് എന്ന് അറിവോടുകൂടി തെറ്റ് ചെയ്താൽ ധിക്കാരം, അള്ളാഹ് ഉണ്ടാകുന്ന. രണ്ടാമത്തത് അള്ളാഹ് കാണുന്നില്ല എന്നാണ് ഉപരി വിചാരിക്കുന്നത്. കാരണം ഡോർ അടിച്ചിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല മൊബൈലിൽ ഇത് കണ്ടപാട് ഡിലീറ്റ് ആക്കുകയും ചെയ്യും, നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുകയും ചെയ്യും. എൻ്റെ മൊബൈൽ ഫിംഗർ പ്രിൻറ്റും ഉണ്ട്, ലോക്ക് നമ്പർ പാറ്റേണും ഉണ്ട്. ആർക്കാ തുറക്കാൻ കഴിയോ? അള്ളാഹ് എങ്ങനെ കാണല്? അത് കുഫറല്ലേ മോനെ, കുഫറല്ലേ? വയസ്സായി മോനിക്ക് എത്ര വയസ്സായി? +2 വയസ്സെത്രയായി? 17. മദ്രസ ഇവിടെ +2 വരെ ഉണ്ട്. നീ എത്ര വരെ പഠിച്ചു? 7. വെറുതെ അല്ല. ഓക്കെ, മോനിക്കൊരു പാട്ടിൻ്റെ തുടക്കം പാടിയാൽ ബാക്കി പറയാൻ പറ്റുമോ? ഉസ്താദ് ഒന്ന് ചൊല്ലി നോക്ക്. എല്ലാം കാണും അല്ലാഹു. അറിയാമല്ലേ മോൻ? ഇത് എത്രാം വയസ്സിലാണ് പഠിച്ചത്? ഇത് 2ാം ക്ലാസ്സിൽ ഇബ്രാഹിം ഉസ്താദ് പഠിപ്പിച്ചെന്ന്. അന്ന് മോൻ്റെ വയസ്സ് എത്രയായിരിക്കും? 6 തോന്നുന്നു. 7 സംശയമുണ്ട്. ഓക്കെ, 7 ആയിക്കോട്ടെ. ഇപ്പം മോനിക്ക് എത്ര വയസ്സായി? 17. അപ്പോൾ 10 വയസ്സ് കൂടി. ആ ബൈത്ത് ഒന്നുകൂടി പാടിയ, എല്ലാം കാണും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു. ഓക്കെ, അന്ന് അള്ളാഹ്ക്ക് കാഴ്ച ഉണ്ടായിന്. ഇപ്പം എത്ര? 17. അള്ളാഹ് കാഴ്ച പോയില്ലേ 10 കൊല്ലം കൊണ്ട്? ഈ കുതിരക്കളിയൊക്കെ നിർത്തണമെന്ന് എത്രാന്ന് വിചാരിച്ചിട്ട് ഈ കളി തുടരില്ല? എത്രാന്ന് വിചാരിച്ചിട്ടാ? ഈ കളിയൊക്കെ നിൽക്കാൻ വലിയ പണിയില്ലാന്ന്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ട്, കാലിനോ കൈക്കോ പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ്, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്നുണ്ട്, ഒരു ടെസ്റ്റിന് കൊടുത്താലോ എന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല, ബേജാറൊന്നാണ്ട, ക്യാൻസർ സെൻറ്ററിലേക്ക് എന്ന് പറയലോടുകൂടി തീർന്ന് ചങ്ങായിമാരെ നമ്മൾ ജീവിതം തീർന്ന്. ഇനി നിൻ്റെ ഒരു ജീവിതത്തിൽ നീ ഇൻസ്റ്റ തുറക്കൂല, നീ യൂട്യൂബ് തുറക്കൂല. എത്ര ദിക്റും സ്വലാത്തും എത്ര നേർച്ച ഉണ്ടാവും, എന്തെല്ലാം ബദരിയത്ത് കുത്തുബിയത്ത് ഉണ്ടാവും. തീർന്ന് ക്യാൻസർ എന്നല്ല, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് പാർച്ചിലോടുകൂടി തീർന്ന്. ആരോടാടാ ഈ കിബറൊക്കെ? എത്ര കാലം ഈ കട്ടൗട്ടും ഫ്ലക്സൊക്കെ കെട്ടാൻ മേലെ കയറിയില്ലേ? അർജൻറ്റീന, ഫ്രാൻസ്, പോർച്ചുഗലിൻ്റെ അല്ലേ? നീ താഴെ ഇറങ്ങുമല്ലോ ഒരു ദിവസം വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും മുമ്പാണെങ്കിലും. ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഉദ്ദേശിച്ചത്, കുറച്ചും കൂടി താഴെ ഖബറിൽ. അന്നൊറ്റക്ക, സെലിബ്രേറ്റഡ് ടീമില്ല, ഫാൻസ് അസോസിയേഷൻ ഇല്ല, ആരുമില്ല.
റെഡ് സിഗ്നൽ കത്തി, കാറ് നിർത്തി. ട്രാഫിക്കല്ലേ, റെഡ് സിഗ്നൽ കത്തി, കാറ് നിർത്തി. ഉണ്ടായ സംഭവമല്ലേ ഈ പറയണത്. കുറച്ച് കഴിഞ്ഞിട്ട് പച്ച ലൈറ്റ് കത്തി, കാറ് പോകാൻ നോക്കുമ്പോൾ മുമ്പിലത്തെ കാറ് പോകണില്ല. തുരുതുരാ ഹോൺ അടിച്ചു, ചൂടായി. ചെങ്ങായില്ലേ ഉണ്ട്. ഡോർ തുറന്നിട്ട് മുമ്പിലത്തെ കാറുകാരനോട് ചൂടാൻ വേണ്ടി പോകുമ്പോൾ മൂപ്പരെ കൈ സ്റ്റെയറിങ്ങിൻ്റെ മേലുണ്ട്, സീറ്റ് ബെൽറ്റ് അങ്ങനെ തന്നെ ഉണ്ട്, തല ചെരിഞ്ഞിട്ടുണ്ട്, ചുവന്ന പച്ച ലൈറ്റിൻ്റെ ഇടയിൽ മരിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ. എത്ര കാലം നിർത്തണ്ടേ നമുക്കിതൊക്കെ, നിർത്തണ്ടേ? കുറേ ചെയ്തില്ലേ, മതിയില്ലേ, നിർത്തണ്ടേ? നമുക്ക് നിർത്തണം, നമുക്കതിന് കഴിയണം. യഥാർത്ഥത്തിൽ നമ്മളെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നമുക്ക് എതിരായിട്ട് സാക്ഷിക്കൂലേ ആഖിറത്തിൽ? സൂറത്ത് യാസീനിലില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. മഹ്ശറിൽ ഒരു മനുഷ്യൻ വന്നാൽ ഇങ്ങനെ വായിക്കും. വായിക്കുന്നതിനനുസരിച്ച് അനുകൂലമായിട്ട് ഇങ്ങനെ പറയും, ശരിയാണ്, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയും. ഏടിലുള്ളത് കളവാണ് എന്ന് ഇയാളുടെ നാവ് കൊണ്ട് പറയാൻ ശ്രമിക്കുമ്പോൾ കളവറിയണടാ, ഉള്ളത് ഇക്കാരം മുഴുവൻ ചെയ്തിട്ടില്ല എന്നാ. അല്ല മുനഖ്തിമുഅലാഫുഹിം, വായക്ക് സീല് വെക്കും. അല്ലാതെ മനുഷ്യരിലേക്ക് വന്നപാട് വായക്ക് സീലൊന്നും വെക്കൂല. വായക്ക് സീല് വെക്കൽ, അയാൾ കളവ് പറയാൻ ശ്രമിക്കുമ്പോൾ വായക്ക് സീല് വെക്കും. അന്നേരം തുടങ്ങും അതിൻ്റെ പരമ്പര. എന്താ തുടങ്ങല്? വതുകല്ലിമുന ഐദീഹിം, കൈകളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും എന്നല്ല. അടിച്ചടിച്ച് അയാളാണ് ആ വിഗ്രഹം കട്ടത് എന്ന് ഇങ്ങനെ പറയിപ്പിക്കണ പോലല്ല, അയാളാണ് ആ ഭണ്ഡാരം പൊളിച്ചതെന്ന് അടിച്ച് പറയിപ്പിക്കണല്ല. സ്വന്തം കീഴടങ്ങിയിട്ട് പറയാ, വതുകല്ലിമുന ഐദീഹിം, എൻ്റെ കൈ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് സംസാരിപ്പിക്കും എന്നല്ല, കൈകൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. പുതിയ കാലത്തെ കൂട്ടുകാരെ, ഏറ്റവും കൂടുതൽ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ബോത്ത് ഫിംഗേഴ്സ്, ഈ രണ്ട് വിരലുകളായിരിക്കും. ഇന്ന് നമുക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ഈ രണ്ട് വിരലുകൾ വരുന്നുണ്ടെങ്കിൽ, നാളെ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നത് യൗമ യഖുല്ലു ളാലിമു അലാ യദൈഹി, ഈ രണ്ട് വിരലുകളായിരിക്കും. ഈ രണ്ട് വിരലുകൾക്ക് സംസാരശേഷി അള്ളാഹു കൊടുക്കുമെന്ന്, സ്വർഗമുണ്ടെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തരുകയൊക്കെ ചെയ്ത ആ ഖുർആനും ആ അള്ളാഹു തന്നെ വിശ്വസിക്കുന്ന നമുക്ക് വിശ്വസിച്ചേ മതിയാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവൻ്റെ കാല് സാക്ഷി, ആദ്യം സാക്ഷിക്കല് വലതുഭാഗത്തെ തുടയ. നമ്മളെ നാവിന് സംസാരശേഷി എങ്ങനെ കിട്ടിയത്? അല്ല തന്നത്. അപ്പോൾ ബാക്കി കണ്ണും കാതും സംസാരിക്കണേന് ഇപ്പം എന്താ പ്രശ്നം? അല്ല കൊടുത്താൽ എന്തിനധികം എന്നറിയോ? ഒരു മനുഷ്യൻ പരാജയപ്പെട്ട്, ജസ്റ്റിഫൈൽഡാ, അയാൾ പരാജയപ്പെട്ട് നരകത്തിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് അയാളുടെ കണ്ണിൻ്റെ ഒരു രോമം എണീറ്റുന്നിട്ട് അള്ളാഹുവിനോട് പറയും. അത്രേ തഫ്സീർ ഇബ്നു അജീബ് അൽ ബഹറുൽ മദീദ് വിശദീകരിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോളി. ഇയാൾ നിന്നെ ഓർത്തിട്ട് ഒരു ദിവസം കരഞ്ഞപ്പോൾ ആ കണ്ണീരെൻ്റെ മുകളിലൂടെ പോയിട്ടുണ്ട്. ആ നന്മ, ആ രോമം നന്മയുടെ തട്ടിൽ വന്ന് നിൽക്കുന്നു. അയാൾ വിജയിക്കുന്നു, അയാൾ സ്വർഗത്തിലേക്ക് എത്തുന്നു. ആ ആഖിറം ഒന്ന് നമ്മൾ ഓർമ്മിച്ച് ജീവിക്കണം. ഈ വിരലുകളൊക്കെ സംസാരിക്കൂലേ? ശരിക്കും പറഞ്ഞാൽ സംസാരിക്കൂലേ? ഒരു 18, 19, 20, 21 വയസ്സിലൊക്കെ മരിച്ച വല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഉണ്ടെങ്കിൽ ആഖിറത്തിലെത്തിയാൽ എന്താ ഇപ്പോൾ വായിക്കേണ്ടി വരിക? 18ാം വയസ്സിൽ ആക്സിഡൻറ്റിൽ മരിച്ചു. നീ എങ്ങനെ മരിച്ചു എന്നുള്ളതൊന്നും ഇവിടെ വായിക്കണ്ട. ആ 18 വയസ്സിൻ്റെ ഉള്ളിലുള്ളത് വായിക്കുക. ഇഖ്റ കിതാബ്. 15ാം വയസ്സിലാണ് പ്രായപൂർത്തി. അതും വായിക്കേണ്ട. ആ 3 കൊല്ലം, ആകെ 3 കൊല്ലമാണ് വായിക്കുക. ആകെ 3 കൊല്ലമാണ് ജീവിച്ചത്. 3 കൊല്ലത്തിൻ്റെ ഇടയിൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ വായിക്കുക. 1, 2,38,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. ഒരു ദിവസം എത്ര കാണുന്നുണ്ടോ നമ്മൾ? എത്ര ആളെ സ്റ്റാറ്റസ് വരുത്തുന്നുണ്ടോ ഒരു ദിവസം? ആയിരക്കണക്കിന് വാട്സപ്പ് സ്റ്റാറ്റസ് വരുത്തിയ നമുക്ക് ഒരു തബാറക്ക് ഓതാൻ സമയമില്ല, ഒരു 10 ഖുൽ അല്ലാഹു ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യ സിഗ്നൽ എന്താണെന്നറിയാം? ആദ്യ സിഗ്നൽ സമയം കളയല. പ്രായമുള്ളവർക്കൊക്കെ ഇപ്പോൾ മൂത്ത മക്കൾ റിയാദെന്നും അൽക്കോബാറെന്നും ദമാമെന്നും ജീസാനൊക്കെ ഉപ്പാക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നുണ്ട്. കണ്ടേരം കേട്ടപ്പം വിചാരിച്ചെന്തോ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ബദാം മറ്റാണ്. അപ്പോഴേക്ക് ഗാലക്സി J6ൻ്റെ ഫോണ്
ഇത്ര വരെ വയസ്സായ ഉപ്പ ഇതുവരെ കയ്യിലുണ്ടായിരുന്ന ദലാൽ ഖൈറാത്തും വെറുതുൽ ലത്തീഫും ഹിസ്ബുൻ നസറൊക്കെ ആയിരുന്നു ഏട്. ഇപ്പം തോണ്ടിക്കളിക്കുക. പത്തനംതിട്ടയിലെ 18കാരിയെ പേടിപ്പിച്ച് 17കാരി അറസ്റ്റ് ചെയ്യലെന്ന്. ഇതാ രാവിലെയും വൈകുന്നേരം നമ്മളുടെ ഔറാദ്. എന്നോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞേ മതിയോ, ഇതാരെങ്കിലുമൊക്കെ പറയണ്ടേ കൂട്ടുകാരെ, അറിയണ്ടേ. ഒരാളെ ഞാൻ എന്താ ഈ ഏരിയയിൽ നിന്ന് പറയേണ്ടതെന്ന് മിന്നി മറിയാണ് തലയിൽ. ഇപ്പം എന്താ പറയേണ്ടത്? ഒരാളെ അല്ല ഏറ്റെടുക്കണോ, അയാൾ ആദ്യം സമയത്തിനെ കൃത്യം ഉപയോഗിക്കണം. ഷാഫിമാൻ പറഞ്ഞല്ലോ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയങ്ങളാണ്, അതിനെ മുഴുവൻ നീ ഇബാദത്താക്കി മാറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അദ്ദുനിയാ സാ. ഇത് വാട്സപ്പിൻ്റെ അല്ല, ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് ആക്കി നോക്കി. അദ്ദുനിയാ സാ ഫജ്അൽഹാ ത്വാഅ. മോനെ, ദുനിയാവ് എന്ന് പറഞ്ഞ സമയങ്ങളാണ്, അതിനെ മുഴുവനും നീ ഇബാദത്താക്കി മാറ്റൂ. മനുഷ്യന്മാർ പല കോലത്തിലും ഉണ്ടാവും. മനുഷ്യർ ഒന്ന് വളരെ നല്ല ജീവിതം, വളരെ നല്ല ജീവിതം. ഒന്നാമത്തെ ടീം അടിപൊളി ജീവിതം. പെട്ടെന്ന് എന്തോ അയാൾക്ക് പറ്റിപ്പോയി, ആകെ പിഴച്ച്. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ചില ആൾക്കാർ. ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ശിർക്കാവുന്നതാണ്. ചില ആൾക്ക് അങ്ങനെ ഉണ്ടാവും. ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ജിബ്രീലുമായി കൂടിക്കാഴ്ച നടത്തുകയും പെട്ടെന്ന് അയാളുടെ മതം മാറുകയും ചെയ്തു എന്നറ്റാ വിചാരിക്കണത്. പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ശിർക്ക്. അങ്ങനെ ഉണ്ടാവും. നല്ല മനുഷ്യന്മാരായിരിക്കും, പക്ഷേ അയാളുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഘട്ടമായപ്പോൾ അൽ അഖീദത്തുൽ ഫാസിദ, മോശം വിശ്വാസമായി വന്നു. അയാൾ ഈമാനില്ലാതെ മരിച്ചു വന്നു. ഒരാൾ ഈമാനില്ലാതെ മരിക്കും എന്നുള്ളതിൻ്റെ നേരത്തെ വരുന്ന സിഗ്നലാണ്, എസ്കോട്ട് വാഹനാണ് അയാൾ ബിദ്അത്തുകാരനാവുക എന്നുള്ളത്. ഇബ്നു ഹജർ റഹിമഹുല്ല അവിടുത്തെ അസ്സവാജിർ എന്ന കിതാബിൽ അത് എഴുതി വെക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെയും മക്കളെയും തലമുറ മുഴുവനെയും സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളായി അള്ളാഹു ഏറ്റെടുക്കുമാറാവട്ടെ. അങ്ങനെ ഉണ്ടാവുക ചില ആൾക്കാർ. നല്ല ജീവിതമായിരിക്കും, പിന്നെ എന്തോ ലോട്ടറി കമ്പനിയിലേറ്റം കൂടി അങ്ങ് പോയി. നല്ല ജീവിത കമ്മിറ്റി വെച്ച് എന്തോ തെറ്റി മൂപ്പര് പിന്നെ അങ്ങനായി ഇങ്ങനെയായി. പിന്നെ നമുക്ക് പണ്ടേ അറിയാം ഒരുപാട് തട്ടിപ്പാന്ന് അവിടെ നടക്കുന്നത്. ഞാൻ പള്ളി സെക്രട്ടറി അതിൻ്റെ ത്രോലടെ കണ്ടോ, കുറേ നല്ല ജീവിതമായിരിക്കും. ലാസ്റ്റ് ഘട്ടത്തിൽ അങ്ങ് കൊള്ളാക്കി അയാളെ ജീവിതം കുട്ടിച്ചോറായി മാറും. ലാസ്റ്റ് അങ്ങ് ആക്കിപത്ത് ചീത്തയാവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഹദ്ദാദ് റാത്തീബ് സ്ഥിരമായി കൊണ്ട് നടന്നാൽ അയാൾക്ക് ഈമാനോടെ മരിക്കാമെന്ന് അബ്ദുല്ലാഹിൽ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മൻ വാദബ അലാ ഹാദ റാത്തീബ് റുസിക ലഹു ഹുസ്നുൽ ഖാത്തിമ. ആരെങ്കിലും ഹദ്ദാദ് റാത്തീബ് പതിവാക്കിയാൽ അയാൾ ഈമാനോടുള്ള മരണം അയാൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു നൽകുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്ന ഒരു പേര് മദ്ഹല്ലാൽ അങ്ങനെ ഓരോരാളാണ് ഇപ്പിക്കണ്ടല്ലോ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ الصلاة على النبي والسلام على الرسول أنت أم أم أبو ما رأينا فيهما حسبي ربي جل الله ما في قلبي غير الله നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു. മനുഷ്യർ പല വിധത്തിലും ആയിരിക്കും. ഒന്നാമത്തത് നല്ല ജീവിതം അയാൾക്കുണ്ടായിരുന്നു, പക്ഷേ മരണത്തിൻ്റെ കുറച്ചു കാലം മുന്നേ അയാളുടെ ജീവിതം എന്തോ ഒരു മോശം വിശ്വാസത്തിലോ കർമ്മത്തിലോ പെട്ട് അയാളുടെ ആഖിബത്ത് ചീത്തയാവുന്ന രീതിയിൽ അയാൾ മരണപ്പെട്ടിരിക്കുന്നു. എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ട്. നല്ല നല്ല ആളോടൊന്നിച്ച് ജീവിച്ച് പിന്നെ കള്ളത്തൊരീക്കത്തിലോ മറ്റോ പെട്ട്
അയാളുടെ ജീവിതം അങ്ങ് കൊളായി. അങ്ങനെ കൊളാവാതിരിക്കാനാണ് അത്തഹിയാത്ത് കഴിഞ്ഞ് ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലി ദുആ ചെയ്യുമ്പോൾ ലാസ്റ്റ് നിസ്കാരം കഴിയുന്നതിന്റെ തൊട്ടു മുന്നേ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ, ജീവിതത്തിന്റെ ഒരു ഫിത്നയിലും വൽ മമാത്, മരിക്കുന്ന സമയത്തുള്ള ഫിത്നയിലും എന്നെ പെടുത്തല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അയാളുടെ ആഖിബത്ത് ചീത്തയാവില്ല, അയാളുടെ ആഖിബത്ത് നന്നാവും. ആഖിബത്ത് പ്രധാനമായും ചീത്തയാവുന്നത് പലിശ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ, ഫർള് നിസ്കാരത്തിലെ ഗൗരവക്കുറവ്, മുഅ്മിനീങ്ങളെ വേദനിപ്പിക്കൽ, ഈ 4 തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണെന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നു. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അയാൾ വളരെ മോശം ജീവിതം, ഫ്രോഡ് എന്നാണ് നാട്ടിലെല്ലാവരും മൂപ്പരെ വിളിക്കല്, തമ്മാടി എന്നാണ് അതിൻ്റെ മലയാളം. അയാളാ എൻ്റെ മോക്ക് എൻ്റെ മോള് കെട്ടിയിട്ടെങ്കിൽ തന്നെ ഓന് കെട്ടിച്ചു കൊടുക്കൂല. നാട്ടിലെ സർവ്വ ആളും മൂപ്പരെ കുറിച്ച് അങ്ങനെ വിലയിരുത്തൽ. എല്ലാവരും മൂപ്പർക്ക് ഇപ്പൊ ലാസ്റ്റ് തോന്നി തുടങ്ങി ആർക്കും എന്നെ വേണ്ട എന്നുള്ളത്. കുറെ കാലം അങ്ങനെ കോമാളിത്തരം കളിച്ച്, പ്രത്യേകിച്ച് ഈ തെറി വിളിക്കാനുള്ള റാലിയും ഇലക്ഷൻ്റെ ശേഷമുള്ള റിസൾട്ടൊക്കെയാണ് മൂപ്പരുടെ സജീവ സാന്നിധ്യം ഉണ്ടാവുക. ആലിമീങ്ങളിങ്ങനെ പറയാ. പക്ഷെ മൂപ്പരെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ടെൻഷനാകാൻ തുടങ്ങി. പെട്ടെന്ന് ഏതൊരു ക്ലാസ്സോ വയലോ എന്തോ കേട്ടിട്ട് അത് പലപ്പോഴും ഉണ്ടാവും, ചിലപ്പോൾ വളരെ മോശം. കാരണന്മാരെല്ലാം കൂടിയിട്ട് ഇപ്പം തീരുമാനിച്ചു ഓനെ വല്ല ഗൾഫിലേക്ക് അയച്ചാലോ. അങ്ങനെ ഗൾഫിലേക്ക് അയച്ചു. ഒന്ന് ശരിയായി വരട്ടെ എന്ന താല്പര്യമുണ്ട്. ഓനാ എവിടെ പോയാലും ശരിയാവില്ല എന്നുള്ളിടത്താളാണ് എല്ലാവരും പറയുന്നത്. നാട്ടിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ ICFൻ്റെ ആത്മീയ മജ്ലിസിലോ RSCയുടെ സംഘടനാ മികവിലോ ആ കുട്ടി കൂടി ശരിയായി വന്ന് ഇപ്പുണ്ട്. ഉപ്പാനെ വിളിക്കാൻ മടിയായിട്ട് നാണക്കെടും പേടിയായിട്ട് ഉമ്മാനെ വിളിച്ചിട്ട് പറയുന്നു, ഉമ്മയുപ്പി ഉംറക്ക് പോയിട്ടില്ലല്ലോ. ഉപ്പയമ്മ ഒന്നും ഉംറക്ക് ഞാൻ ദമാമെന്ന് അങ്ങോട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വരാം, ജിദ്ദയിലേക്ക് വരാം, അങ്ങനെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മക്കത്തേക്ക് വരാം, മദീനത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞു. ഉപ്പാകുമാകും നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ് തന്നെ എടുത്തു കൊടുത്തു. ഉപ്പാകുമാകും വേണ്ട രീതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. കാബൻ്റെ അടുത്തുനിന്ന് ഉപ്പിയുമ്മയും നല്ലോണം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, പൊരുത്തപ്പെട്ട് തരണം മോനെ, എന്തെല്ലോ പറഞ്ഞു പോയി, മോൻ നന്നാവാനേ ഉപ്പിയും എന്തും ചെയ്തിട്ടുള്ളൂ, ഉപ്പിയുമ്മയല്ലേ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, ഞാൻ എന്തുപ്പ. അങ്ങനെ വേണ്ട എല്ലാം കൊടുത്ത് ലഗേജ് ഫുള്ളാക്കി എത്തി. കോഴിക്കോട് എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ന്യൂസ് വരുന്നത്, മോനെ ആക്സിഡൻറ്റിൽ മരിച്ചു. ഓ നല്ലോനാ അവൻ്റെ ആക്കിബത്തിൻ്റെ കോലം കണ്ട ഗംഭീരാ മോന്. അങ്ങനെയുണ്ടാവും ചില മനുഷ്യന്മാർ. കാബ നോക്കിയിട്ട് നൊന്ത് പ്രസവിച്ച ഉമ്മയും പോറ്റി വളർത്തിയ ഉപ്പിയും ആയിരുന്നു എൻ്റെ ഈ മോനെ നന്നാക്കണേ എന്ന്. എങ്ങനെയാണല്ലോ സ്വീകരിക്കാണ്ടിരിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് പറയുമ്പോൾ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ മരിച്ചവരൊക്കെ ഉണ്ട്. ലാസ്റ്റ് നിമിഷം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞല്ലോ, ബൈഹഖിയിലുണ്ട്, നബിയെ ഞാൻ ഇന്നാലിന്ന ജൂതൻ്റെ ആട്ടിടയനാണ്, ഞാൻ മുസ്ലിം ആവണമെന്നല്ലേ തങ്ങൾ പറയണത്? സ്വഹാബത്ത് എന്നെ കൂട്ടിയിട്ട് വന്നതാ. ഞാൻ മുസ്ലിം ആയാലും എനിക്കെന്താ കിട്ടുക? സ്വർഗം കിട്ടും അല്ലേ? ഞാനാ സ്വർഗത്തിലെത്താനാ? ഒന്ന് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കോലും ഇല്ലാത്ത ആളാണ്, ഒരു സൗന്ദര്യമില്ല. കോലും ഇല്ലാതെ മാത്രമല്ല ഖബീഹുൽ വജ്ഹ്, മുഖമൊക്കെ ഒരു കോലക്കേടുള്ള ആളാണ്. പിന്നെ എല്ലാവരും പരിഗണിക്കും കുറച്ച് പണമൊക്കെ ഉണ്ടെങ്കിൽ, വല മാലലി എനിക്കൊരു സമ്പത്തും ഇല്ല. പിന്നെ വേറൊന്നുണ്ട് നബി, ആരും എന്നോട് അടുക്കൂല. മുന്തിനൊരു രീഹ്, എന്നെ അടുത്താൽ തന്നെ ഒരു നാറുന്ന ഒരാളാണ്, വാസനിക്കും. സ്വർഗ അല്ല തരുമോനെ എന്ന് പറഞ്ഞ ആ സ്വഹാബി യുദ്ധത്തിന് പങ്കെടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ശത്രു എറിഞ്ഞ കല്ല്, വേറെ റിപ്പോർട്ടിൽ അമ്പ് മുഖത്ത് തറച്ചു, ഷഹീദായി. റസൂലുള്ളാഹി ആ സ്വഹാബിനെ കുറിച്ച് പറഞ്ഞ വർത്താനം എന്താ അറിയാം? നേരെ സ്വർഗത്തേക്ക് പോയിന്നാ. ഒരു നിസ്കാരം എടുക്കട്ടെ, ഒരു സുജൂദ് പോലും ആ സ്വഹാബി ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഭാഗ്യവാൻ, മഹാഭാഗ്യവാൻ.
വലം യസ്ജുദ് ലില്ലാഹി ഖത്തു, ഒരു സുജൂദ് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മയ്യത്തിനെ അടുത്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ച്, എന്താ തങ്ങൾ ആ സ്വഹാബിയോട് ഒരു ഇല്ല, എന്താ സ്വീകരിക്കാൻ 2 ഹോറലീങ്ങൾ വന്നിട്ടുണ്ട്, ഓര് കൈകാര്യം ചെയ്തോട്ടെ, ഞാൻ പിന്നെ ഓറെ നോക്കണ്ട വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയതാണ്. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. ആഖിബത്ത് നന്നാകുന്ന കോലം അല്ലാഹ് ഏറ്റെടുത്ത വിഭാഗം. ആരെയും നിസ്സാരാക്കാനും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനൊന്നും നമ്മൾ പോകണ്ട.